അലോഷിയുടെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത് ചന്ദനയുടെ മുഖമാണ്. ജഗൻ അവൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ചന്ദനയായിരിക്കുമോ? പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തു അലോഷി. ടി വി കാണുകയായിരുന്നു ചന്ദന. ഫോൺ എടുത്തു. ചന്തു, ആര് വന്നാലും വാതിൽ തുറക്കാൻ നിൽക്കരുത് കേട്ടോ. അവളുടെ സ്വരം കേട്ടപ്പോൾ തന്നെ പറഞ്ഞു അലോഷി. എന്തു പറ്റി? സ്വരം വല്ലാതെ ഇരിക്കുന്നേ? ചന്ദന ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ തനിയല്ലേ, അതാ. നിനക്ക് പരിചയമില്ലല്ലോ ഇവിടം, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് വരും. അലോഷി പറഞ്ഞു കേട്ട് ചന്ദന ചിരിച്ചു. എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകില്ല. ഞാൻ അലോഷി, നെല്ലിക്കാടിൻ്റെ ഭാര്യ ചന്ദന അലോഷിയാണ്. ചന്ദന പറഞ്ഞു കേട്ട് അലോഷി അറിയാതെ ചിരിച്ചു പോയി. ഓ, എൻ്റെ കൂടെ കൂടി നീ സംസാരിക്കാനൊക്കെ പഠിച്ചു അല്ലേ, നന്നായി. അവനും പറഞ്ഞിട്ട് ഫോൺ വെച്ചു. നെല്ലിക്കാട്ടിൽ ബന്ധുക്കൾ എത്തി തുടങ്ങി. ആദ്യം അജുവിനെയും ലില്ലിയെയും കൊണ്ടുവരാൻ പോയി. അവർ വീട്ടിൽ തിരിച്ചെത്തി. അജയെ കൊണ്ടുവരാൻ പോയി ബന്ധുക്കൾ. വൈകിട്ടോടെ എല്ലാവരും പിരിഞ്ഞു. പുതുമരുമക്കൾ വന്ന സന്തോഷത്തിലായിരുന്നു തറവാട്. ആൻമേരി ചന്ദന അന്വേഷിച്ചു ചാരുമോളോട്. ഏട്ടത്തെയും ഇച്ചായനും എറണാകുളത്തിന് പോയേക്കുക. ഇച്ചായന് അവിടെ കുറച്ച് വർക്കുണ്ട്, പറഞ്ഞില്ലേ, ബാറിൻ്റെ ഉദ്ഘാടനം. അതിൻ്റെ ആവശ്യത്തിന് ഏട്ടത്തെയും കൂടെ പോയി. ചാരു പറഞ്ഞു. അവിടെ താമസിക്കാൻ? ആൻമേരി സംശയത്തോടെ ചോദിച്ചു. ഇച്ചായൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റുണ്ട്, അതിലാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് പോകാറുണ്ട്. ചാരു പറയുന്നത് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് ലില്ലി. അത് ശരി, അപ്പം മൂത്തപുത്രൻ ഇവിടെ ഇല്ല, ഒരു കണക്കിന് നന്നായി. ലില്ലി മനസ്സിൽ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അജു ഫോണിൽ സംസാരിക്കുന്നത് അലോഷിയോടാണെന്ന് മനസ്സിലായി അവൾക്ക്. അവൾ വീട്ടിലിരുന്നു ഫോൺ വെച്ച് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് മടിയിൽ തലവെച്ച് കിടന്നു. അല്ല അജു, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ബാറിൻ്റെ ഓപ്പണിംഗ് അടുത്ത ആഴ്ചയല്ലേ, പിന്നെ എന്തിനാ അവർ അവിടേക്ക് പോയത്? ലില്ലി ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായില്ലവന്. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അജു നെറ്റി ചൊളിച്ചു. അല്ല, നിന്റെ ഏട്ടത്തിയുടെ കാര്യം തന്നെ. കമ്പനി കാര്യങ്ങൾക്ക് ഇച്ചായം പോകുമ്പോൾ അവരെന്തിനാ കെട്ടിയൊരുക്കി കൊണ്ടുപോകുന്നത്? ലില്ലി ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അജു ചിരിച്ചു. ലില്ലിസേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അജു എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ കള്ളം പറയാറുണ്ടോ അജു? ലില്ലിയുടെ മുഖം ചുവന്നു. അതല്ല, നിനക്ക് ഏട്ടത്തിയോട് എന്തൊരു വിരോധമുള്ളതുപോലെ. അവർ പാവമാണ്. ഇച്ചായനിപ്പോൾ ഒരുപാട് മാറിയത് അവർ വന്നതിന് ശേഷമാണ്. കുറേ അനുഭവിച്ചു. പാവം ഇവിടെ എത്തിയത്. അവർ ഇപ്പോഴാണ് ഒന്ന് ജീവിക്കുന്നത്. അവർ നിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല. പിന്നെ നീ എന്തിനാ അവിടെ സ്വകാര്യത ചോദ്യം ചെയ്യുന്നത്? അവസാനം പറഞ്ഞ വാക്കുകൾ കുറച്ച് ഗൗരവത്തോടെ തന്നെ അജു പറഞ്ഞു. അത് ശരി, അവർ വീട്ടിലുള്ള എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണല്ലേ? ലില്ലിയുടെ വാക്കുകൾ കടുത്തു പോയിരുന്നു. നിനക്കെന്താ ലില്ലി? അവർ എല്ലാവരെയും കയ്യിലെടുത്തുവെങ്കിൽ അതവിടെ മര്യാദയും വിനയം കൊണ്ടാണ്. നീ അവരെ പോലെ എല്ലാവരെയും കയ്യിലെടുക്കാൻ നോക്ക്. അജു പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു അവൾക്ക്. ഇവിടെ ലിസി മേമ മാത്രമാണ് കുറച്ച് സ്നേഹമുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. ലില്ലി പറഞ്ഞപ്പോൾ അജു മുഖം കൂട്ടിക്കൊണ്ട് എഴുന്നേറ്റു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ചന്ദനേട്ടത്തിയുടെ ഏറ്റവും മോശമായി പെരുമാറുന്നത് ലിസി മേമ മാത്രമാണ്. അവിടെ കൂടെ കൂടി നീ എന്തെങ്കിലും ഒപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. അജിയുള്ള മറുപടി കാക്കാതെ ബെന്നിനെ എടുത്തിട്ട് താഴേക്ക് പോയി. ലിസി അവൻ പോകുന്നത് നോക്കിയിരുന്നു. ആൻമേരി താഴെ എല്ലാവരോടും സംസാരിച്ചിരിക്കുന്നുണ്ട്. അവൻ എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു. മോനെ, ലില്ലി എവിടെ? സൂസി അമ്മച്ചി ചോദിച്ചു. അവളെ റൂമിലുണ്ട് അമ്മച്ചി. അജു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ മനസ്സിൽ ലില്ലി പറഞ്ഞ ഓരോ വാചകങ്ങളും തെളിഞ്ഞു വന്നു. ലില്ലി ഏട്ടത്തേക്കൊരു പാരയാണ്, അത് വളർത്തിക്കൂടാ. മുളയിലെ നുള്ളണം, സമാധാനക്കേടുണ്ടാകും. പോരാത്തതിന് ഇച്ചേൻ്റെ തനി സ്വഭാവം പുറത്തു വരും. അജു ആലോചനയിൽ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. പിന്നെ വന്നപ്പോൾ ഓഫീസ് കാര്യങ്ങളെല്ലാം ചോദിച്ചു അജു. എല്ലാം ഇന്നലെ നോക്കിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല. ഈച്ചൈനെ എസ് വെച്ച് തലകുത്തി നിന്നാലും നമുക്ക് ചെയ്യാൻ ഒക്കില്ല. അത്ര റിസ്ക് എടുത്ത് ഓരോന്നും ചെയ്യുന്നത് കമ്പനി കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച തയ്യാറല്ല. ആലോഷി നെല്ലിക്കടൻ ഇന്ന് എക്സ്പോർട്ട് ഇഷ്യൂ ഒറ്റ ഫോൺ കോളിലാണ് സെറ്റ് ചെയ്തത്. അത്രയ്ക്ക് പവറുണ്ട് ഈച്ചൈന്. ബിനു അഭിമാനത്തോടെ പറഞ്ഞു. അതെ, അത് നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ചിന്തിക്കാത്ത കാര്യം ഈച്ചൈൻ പ്രവർത്തിച്ച് കാണിക്കും. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആണ് ഓരോ കാര്യങ്ങളിലും. ആ തറയിലൂടെ എത്രയോ കമ്പനികളും അവിടെ ഓർഡറുകളുമാണ് കയറിയിറങ്ങി പോകുന്നത്. ഒരു കമ്പനിയുടെ ഓർഡർ തന്നെ നമുക്ക് മനസ്സിരുത്താൻ പറ്റില്ല. ബാങ്ക് കാര്യങ്ങളിലെല്ലാം ഈച്ചൈൻ പക്കയാണ്. ഒരു പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. കൃത്യം കണക്ക് സൂക്ഷിക്കും. ഒരു ചായ കുടിച്ചാൽ അതുപോലും എഴുതി വയ്ക്കും. ശരിക്കും അതിശയം തോന്നാറുണ്ട്. അവരുടെ രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ടാണ് വല്യപ്പച്ചൻ കയറി വന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ആലോഷിയാണ് ഇന്ന് ഈ കാണുന്ന സാമ്രാജ്യത്തിന് മുഴുവനും ഉത്തരവാദി. അവനാണ് നമ്മുടെ കമ്പനിയുടെ നട്ടല്. കഴിവും പ്രാപ്തിയുമുള്ളവൻ. പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്.
കൊച്ചുമോനെക്കുറിച്ച് അഭിമാനം കൊണ്ടു വല്യപ്പച്ചൻ. പിന്നെ ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് ചിലവായ പൈസ കണക്കുകൾ മാനേജറെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തതിൻ്റെ കണക്കും ഞാനെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. നീ നാളെ പോകുമ്പോൾ കൊണ്ടുപോകണം. നാളെ കൂടി പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരാം കമ്പനിയിൽ. അജിയോട് കൂടി ഒന്ന് പറഞ്ഞേരേ. അജി പറഞ്ഞു കെട്ടുന്ന മൂളിക്കൊണ്ട് ബിനു അകത്തേക്ക് കയറിപ്പോയി. പെൺപടയെല്ലാം സംസാരത്തിലായിരുന്നു. കല്യാണ വിശേഷങ്ങൾ വന്ന ആളുകളുടെ കണക്കെടുപ്പും മറ്റുമായി ലില്ലിക്കുട്ടി ഒന്നിലും ഒരു താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു. വല്യമ്മച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസവും കടന്നുപോയി. ആലോഷി എറണാകുളത്ത് വന്നതിൽ പിന്നെ ആകെ അസ്വസ്ഥനും മാനസികമായി പിരിമുറുക്കത്തിലുമായിരുന്നു. കാരണം അറിയാതെ എന്തൊന്നും മനസ്സിനെ അലട്ടുന്നത് പോലെ. എത്ര ശ്രമിച്ചിട്ടും അവൻ എന്താണെന്ന് പറഞ്ഞില്ല. അവൾക്കും ചെറുതായി ടെൻഷൻ ഉണ്ടായിരുന്നു. ടോണി ഇളയപ്പൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. ബാർ ഓപ്പണിങ് ഇനി 4 ദിവസമേ ഉള്ളൂ. അവസാനത്തെ പണികളിലാണ്. ബാർ പുതിയ മുഖച്ഛായയുടെ തുടങ്ങുന്ന കൊട്ടാരം റെസിഡൻസി വിത്ത് ബാർ. തലയെടുപ്പുള്ള ഉയർന്നു നിൽക്കുന്ന ബോർഡ് വായിച്ച അലോഷി ഓരോ ദിവസവും കടന്നു പോകുന്നത് തിരക്കിലൂടെയാണ്. ചന്ദന അവിടേക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു. ഷോപ്പിങ്ങിന് പോയപ്പോൾ പാചകം അവൾ തന്നെയാണ്. 2 ദിവസം കടന്നുപോയി. പിറ്റേന്ന് അലോഷി കോർപ്പറേഷനിൽ പോയി പേപ്പർ വർക്കുകൾ ചെയ്ത് തിരികെ വരുമ്പോഴാണ് ജഗൻ്റെ കോൾ വരുന്നത്. കാർ സൈഡാക്കി നിർത്തി അലോഷി ഫോൺ എടുത്തു. നിനക്ക് കണ്ട് ആസ്വദിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. പെട്ടെന്നത് നോക്കിയിട്ട് എന്നെ തിരിച്ച് വിളിക്കണം. നിനക്ക് ഞാൻ ഒരുക്കിയ കെണി എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അലോഷി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു ജഗൻ. ദേഷ്യം വന്നുവെങ്കിലും അലോഷി വാട്സപ്പ് ഓപ്പണാക്കി ഡൗൺലോഡ് ചെയ്തു വരുന്ന ഫോട്ടോസ് നോക്കിയിരുന്നു അവൻ. ഒരു നിമിഷം നിശ്ചലനായി അവൻ. ടോണി ഇളയപ്പൻ്റെ ഫാമിലി ഫോട്ടോസ് ആയിരുന്നു അതെല്ലാം. എല്ലാവരോടും കൂടി വിവാഹ വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഫോട്ടോസ്. സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കിയിരുന്നു അലോഷി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു അവൻ്റെ. കർത്താവേ, ചതിച്ചല്ലോ. അലോഷി പെട്ടെന്ന് ജഗൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു ജഗൻ. കണ്ടു ബോധിച്ചല്ലോ അല്ലേ? വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു ജഗൻ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഫോട്ടോസ്? അലോഷി ശബ്ദമുയർത്തി ചോദിച്ചു. ചൂടാവല്ലേ മിസ്റ്റർ അലോഷി നെല്ലിക്കടൻ. എവിടുന്ന് കിട്ടിയെന്നതിലല്ല കാര്യമുള്ളത്, സത്യമാണോ എന്നതാണ് കാര്യം. ഇതൊക്കെ എത്ര കാലം മറച്ചു വയ്ക്കും? അല്ല, മറച്ചു പിടിക്കാനും പറ്റിയ സംഭവങ്ങളൊന്നുമല്ലല്ലോ. എന്നാലും നിന്നെയും നിൻ്റെ ഇളയപ്പനെയും സമ്മതിക്കണം കേട്ടോ. ഇത്ര വർഷം ഇത് ഒളിപ്പിച്ചു വെച്ചല്ലോ. ഇത് ഞാൻ നിനക്കായി കരുതിയ ബോംബാണ്. ഇപ്പം മനസ്സിലായോ? അവൻ്റെ കൊലച്ചിരി കാതിൽ തുളഞ്ഞു കയറി അലോഷിയുടെ. ഇപ്പോൾ ഇത് നിൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ. ഇനി നെല്ലിക്കാട്ടിലെ ഓരോരുത്തരെയും ഫോണിലെത്തും, പ്രത്യേകം തലക്കെട്ടോടെ. ജഗൻ പറഞ്ഞു തീരും മുൻപ് അലോഷി അലറി. നോ, വേണ്ട. ശരി, വേണ്ട. എനിക്ക് ഞാൻ പറയുന്നത് നീ സമ്മതിക്കണം. എനിക്ക് 100% വിശ്വാസമായാൽ ഈ ഫോട്ടോസ് ഞാൻ നിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യും. സമ്മതാണോ? കുറുക്കൻ്റെ കൗശലത്തോടെ ചോദിച്ചു ജഗൻ. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. തൽക്കാലം നെല്ലിക്കാട്ടിൽ ആരും ഇതറിയരുത്, അലോഷി പെട്ടെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. നീ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിവേ, ഫസ്റ്റ് എനിക്ക് വേണ്ടത് എൻ്റെ ചേച്ചിയെ കബളിപ്പിച്ച് നീ നേടിയ ബാറിൻ്റെ ഓണർഷിപ്പ്. രണ്ടാമത്, ഷോപ്പിംഗ് മാളിൻ്റെ മുകളിൽ നീ ഇട്ടിരിക്കുന്ന സ്റ്റേ നീക്കം ചെയ്യണം. ബാറിൻ്റെ ഓണർഷിപ്പ് എൻ്റെ ചേച്ചിയുടെ പേരിലാക്കി എഴുതണം. നീ ഉദ്ഘാടനം വെച്ച് അതേ ദിവസം എൻ്റെ അച്ഛനത് നട മുറിച്ച് ഉദ്ഘാടനം ചെയ്യും. അത് കാണാൻ നെല്ലിക്കാട്ടിലെ എല്ലാവരും ഉണ്ടാവണം. ഒരിക്കൽ നെല്ലിക്കാട്ടിലെ മുറ്റത്ത് വെച്ച് ആട്ടിയിറക്കിയ എൻ്റെ അപ്പച്ചനോട് ചെയ്ത ക്രൂരത അതിന് പകരം വീട്ടണം എനിക്ക്. നിന്റെ ടോണി ഇളയപ്പൻ്റെ മോനെ വെച്ചാണല്ലോ നീ കളിച്ചത്. അതേ പാത്രത്തിൽ തന്നെ നിനക്ക് ഞാൻ തിരിച്ചടി തന്നു. ഇനിയിപ്പോൾ പറയണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ മതി. അലോഷി നെല്ലിക്കടൻ സമാധാനത്തോടെ ആലോചിക്കും. ഫോൺ കട്ടായപ്പോൾ അലോഷി സീറ്റിൽ തലവെച്ച് കണ്ണടച്ചിരുന്നു. 2 ദിവസമായി തൻ്റെ മനസ്സ് അസ്വസ്ഥമായതിൻ്റെ കാരണം തിരിച്ചറിയുകയായിരുന്നു അലോഷി അപ്പോൾ. അലോഷിയുടെ തലയിൽ കടന്നൽക്കൂട്ടം ഇരമ്പി. താൻ വർഷങ്ങളായി മൂടിവെച്ച രഹസ്യം ഇപ്പോൾ പരസ്യമാകാൻ പോകുന്നു. താൻ മാത്രമല്ല, ടോണി ഇളയപ്പനും നെല്ലിക്കാട്ടിലെ ഓരോരുത്തരും ഈ വാർത്ത എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഇപ്പോഴും അറിയില്ല. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തിയേക്കാം. എല്ലാം അറിഞ്ഞിട്ടും ആരോടും ഒന്നും പറയാതിരുന്നതിന് ആദ്യമായി കുറ്റബോധം തോന്നിയ അലോഷിക്ക്. എന്നാൽ അതിന് തൊട്ടടുത്ത നിമിഷം അവൻ്റെ മനസ്സിൽ ഈ രഹസ്യമായി വെക്കാനുണ്ടായ സാഹചര്യം തെളിഞ്ഞു. നിർമ്മലാൻ്റെ അനിയത്തി വിമലയാണ് ഇളയപ്പൻ്റെ ഭാര്യയെന്നറിഞ്ഞാൽ നെല്ലിക്കാട്ടിലെ മൺതരിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമാകും. അത്രയ്ക്കും വെറുപ്പാണ് ആ കുടുംബത്തോട് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുമുള്ളത്. പിന്നെ എങ്ങനെ താനിത് പറയും? ഓരോ നിമിഷവും ചോദ്യവും ഉത്തരവും അവൻ്റെ മനസ്സിൽ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു പിന്നീട് അങ്ങോട്ട്. കുറച്ച് സമയം കാറിൽ ഇരുന്നതിന് ശേഷം അലോഷി കാർ ഫ്ലാറ്റിലേക്ക് തിരിച്ചുവിട്ടു. ഫ്ലാറ്റിൽ തിരികെത്തിയ അലോഷി സേറ്റിയിൽ തളർന്നിരുന്നു. എന്ത് പറ്റിയിച്ചാ?
സുഖയില്ലേ? ചന്ദന കരുതലം അവൻ്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ചെറിയൊരു തലവേദന, നീ ഒരു ലെമൺ ടീ എടുക്ക് പറഞ്ഞുകൊണ്ട് അലോഷി സെറ്റിയിൽ തന്നെ കിടന്നു. ചന്ദന പെട്ടെന്ന് പോയി ലെമൺ ടീ എടുത്തു വന്നു. അലോഷി അത് വാങ്ങി കുടിക്കുമ്പോഴും എന്തൊക്കെയോ ചിന്തയിൽ മുഴുകിയിരുന്നു. അവൻ്റെ ഇരിപ്പിൽ എന്തോ പന്തികഴി ഉള്ളതുപോലെ തോന്നി ചന്ദനയ്ക്ക്. ഇത്രയ്ക്കും അസ്വസ്ഥതയോടെ ഈച്ചേനെ കണ്ടിട്ടില്ല താൻ. പതിവില്ലാത്ത വിധം ആകെ അസ്വസ്ഥനായിരിക്കുന്നു. എന്നോട് പറയേ, എന്തോ കാര്യമുണ്ടല്ലോ. ചന്ദന അവൻ്റെ അടുത്തിരുന്ന് നിർബന്ധിച്ചു. ഒടുവിൽ അവളോട് പറയാതെ നിവൃത്തിയില്ലെന്ന് കണ്ട് ഫോണെടുത്ത് ജഗൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. ഈച്ചയ, ഇതെങ്ങനെ? ചന്ദന അവനെ വെപ്രാളത്തോടെ നോക്കി. എന്തായാലും അവർ എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. നമ്മൾ പറഞ്ഞറിയുന്നതിനേക്കാൾ മുൻപ് അവനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത് അറിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി എന്തായാലും നേലക്കാട്ടിൽ ഉറപ്പാണ്. ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആലോചിച്ച് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് അപ്പോഴാണ് ചന്ദനയ്ക്ക് മനസ്സിലായത്. ഈച്ചയ, എന്തായാലും ഈ അവസ്ഥയും കടന്നു പോയേ പറ്റൂ. ആദ്യം തന്നെ അറിഞ്ഞപ്പോൾ ഇതെല്ലാവരോടും പറയേണ്ടതായിരുന്നു. എന്നാൽ ഇങ്ങനെ ഇപ്പോൾ സ്വയം നേരേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വർഷങ്ങൾ മറച്ചു വെച്ച ഒരു സത്യം ശരിക്കും ശത്രുവിൻ്റെ നാവിൽ നിന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ പ്രതീക്ഷിക്കാം. അതും എല്ലാവരും വെറുക്കുന്ന ഫാമിലിയിൽ നിന്നുമുള്ള ഒരാളെ കിട്ടിയത് കൊണ്ട്. എന്തായാലും എല്ലാവരും അറിയും. ഇനി അറിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ചന്ദന പറഞ്ഞു കേട്ട് അലോഷ്യൊന്നും മിണ്ടാതിരുന്നു. എന്തെങ്കിലും ചെയ്തേ മതിയാകും. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ ചെയ്തു കൊടുത്താൽ നാളെ വേറെ എന്തെങ്കിലും ആവശ്യമായി വരും അവൻ. ഇതേ കാര്യം മുൻനിർത്തിക്കൊണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ പ്രായോഗികമാകില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചാൽ കുറച്ചുകൂടി സമയം നമുക്ക് കിട്ടും ചിന്തിച്ച് പ്രവർത്തിക്കാൻ. ഇപ്പോൾ എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്കാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. അവൻ്റെ നിസ്സഹാവസ്ഥ മനസ്സിലായി ചന്ദനയ്ക്ക്. പക്ഷേ ഇനി തളർന്നിരിക്കാൻ പറ്റിയ സമയമില്ല അച്ഛാ. ഉണർന്ന് പ്രവർത്തിക്കണം. അവൻ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുത്താൽ നാളെ മറ്റെന്തെങ്കിലും ആവശ്യമായി വരും. അതിനേക്കാൾ നല്ലത് എല്ലാവരോടും സത്യം തുറന്നു പറയുന്നതാണ്, നമ്മളായി തന്നെ. ചന്ദന പറഞ്ഞപ്പോൾ ആലോഷി ചിന്തയോടെ കണ്ണുകളടച്ചു. നെല്ലിക്കാട്ടിലെ ഓരോരുത്തരെയും മുഖം അവൻ്റെ മനസ്സിൽ മിന്നിത്തെളിഞ്ഞു. താൻ കൂടെ നടന്ന എല്ലാവരെയും ചതിച്ചു എന്ന കുറ്റബോധം അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഇളയപ്പൻ്റെ കുടുംബം ഭദ്രമാക്കാൻ വേണ്ടി താൻ ചെയ്ത പ്രവൃത്തി ഇപ്പോൾ തനിക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നു. ഈർഷ്യ വാളായത് തൻ്റെ തലയ്ക്ക് മുകളിൽ ആടുന്നു. ഈ സമയം ആൽബി എറണാകുളം ഹോസ്പിറ്റലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ജഗൻ്റെ ബ്ലഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ഫുൾ ഡയാലിസിസ് ചെയ്ത് ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ശരീരത്തിലേക്ക് കയറ്റുന്ന പ്രക്രിയ നടക്കുകയാണ്. നന്ദനയ്ക്ക് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ആൽബി തന്നെയാണ് ജഗനൊപ്പം ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. 2 ദിവസമായി അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഓഫീസ് കാര്യങ്ങളെല്ലാം മാനേജറെ വിളിച്ച് ഏർപ്പാടാക്കിയിരുന്നു ആൽബി. അപ്പോഴും ഫോൺ വെച്ച് കഴിഞ്ഞ് ചിന്തയോടെ ഇരുന്നപ്പോഴാണ് ആലോഷി എറണാകുളത്തുണ്ടല്ലോ എന്ന കാര്യം ഓർമ്മയിൽ വന്നത് ആൽബിക്ക്. ഡയാലിസിസ് കുറേ സമയം നീളുന്ന പ്രക്രിയയാണ്. 3 മണിക്കൂർ സമയമെടുക്കും ജഗനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. ആലോഷിയുടെ ബാർ വരെ ഒന്ന് പോയേച്ചും വരാമെന്ന് തീരുമാനമെടുത്തു ആൽബി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ കുറേ സമയം കാത്തിരിക്കേണ്ടതല്ലേ, പോയിട്ട് വരൂ എന്നായിരുന്നു അവരുടെ മറുപടി. എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ വിളിക്കാനുള്ള നമ്പറും ആൽബി എഴുതി കൊടുത്തു. ഡോക്ടറെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടറെ പെർമിഷനും വാങ്ങിയാണ് ആൽബി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്. ആലോഷി പറഞ്ഞ സ്ഥലത്തേക്ക് കാർ വിട്ടു ആൽബി. കൊട്ടാരം പോലെ സാദൃശ്യമുള്ള ബാറിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ആൽബി ഇറങ്ങി. അവിടെ നിന്ന സെക്യൂരിറ്റിയുടെ ആലോഷി അന്വേഷിച്ചു. സാർ കാലത്ത് വന്നിരുന്നു, എവിടേക്കോ പോയതാണ്, പിന്നെ വന്നിട്ടില്ല. അയാൾ പറഞ്ഞു കേട്ട് ആൽബി ജുബയുടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ആലോഷിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫ്ലാറ്റിൽ ചന്ദനയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ആലോഷി. അപ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്ന കണ്ട് ജഗനാകുമെന്നാണ് ആദ്യം കരുതിയത്. ആലോഷി ഫോൺ എടുത്ത് നോക്കി. ആൽബിച്ചൻ പറഞ്ഞുകൊണ്ട് ആലോഷി ഫോൺ കാതോട് ചേർത്തുകൊണ്ട് എഴുന്നേറ്റിരുന്നു. എന്നതാവേ, ബാറിൻ്റെ അയലത്ത് പോലും നിന്നെ കാണാനില്ലല്ലോ. സ്വതസിദ്ധമായ ചിരിയുടെ ആൽബിയുടെ ചോദ്യം അവൻ്റെ കാതിൽ ഒഴുകിയെത്തി. ആൽബിച്ച, ഞാനില്ല അവിടെ, ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ്. ഹോസ്പിറ്റൽ എന്നായി? ആലോഷി ആൽബി ഹോസ്പിറ്റലിലാണെന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത്. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 3 മണിക്കൂർ എടുക്കും ജഗനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ വരെ ഒന്ന് വന്നേച്ച് പോകാമെന്ന് കരുതി വന്നതാണ്, ആൽബി പറഞ്ഞു. ആൽബിച്ചും ബാറിലുണ്ടോ? ആലോഷി അതിശയത്തോടെ ചോദിച്ചു. ആന്നേ, കുറച്ചു സമയമായി വന്നിട്ട് നിന്നെ ഒന്ന് കണ്ടേച്ച് പോകാൻ വന്നതാണ്. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാനും ആൽബി പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു. ഞാനിപ്പോൾ വരാം, ഒരു 10 മിനിറ്റ്. ആലോഷി പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചന്ദന അവൻ പോകുന്നത് നോക്കി നിന്നു.
അലോഷി എത്തുമ്പോൾ ആൽബി കാറിൽ ചാരുന്ന ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അലോഷിയെ കണ്ടപ്പോൾ ഫോൺ സംഭാഷണം നിർത്തി ഫോൺ പോക്കറ്റിലിട്ടു. വീട്ടിലേക്ക് വിളിച്ചതാണ്. നന്ദന ആകെ ബഹളമാണ്. അവൾക്ക് ജഗനെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെയും കുട്ടി ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യാനാണ്? ആൽബി അലോഷിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആൽബിച്ചൻ വാ, നമുക്ക് അകത്തേക്ക് പോകാം. അലോഷി വിളിച്ചപ്പോൾ ആൽബി അവൻ്റെ പിന്നാലെ ചെന്നു. ബാർ മുഴുവനും നടന്ന് കണ്ടു ആൽബി. എപ്പോഴും ഊർജ്ജസ്വലതയോടെ നടക്കുന്ന അലോഷിയുടെ മുഖത്ത് മ്ലാനത നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി ആൽബിക്ക്. പഴയ സംസാരവുമില്ല, എന്തൊക്കെയുള്ളിൽ ഒതുക്കാൻ പാടുപെടുന്ന പോലെ. അലോഷി, നിനക്ക് എന്നാ പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും? ആൽബി മുഖവര ഏതുമില്ലാതെ ചോദിച്ചു. പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ അലോഷി ഒന്ന് പകച്ചു. ഇല്ല ഇല്ല ആൽബിച്ച. തല കുനിച്ചാണ് അലോഷി പറഞ്ഞത്. അവൻ്റെ നിൽപ്പിൽ തന്നെ മാറ്റമുള്ളതുപോലെ ആൽബിക്ക് തോന്നി. ആൽബി അവൻ്റെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ച് കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നീ എന്നെ കാണുന്നത് നിന്റെ ഇച്ഛേന സ്ഥാനത്താണെങ്കിൽ നിനക്ക് എന്നാ പറ്റിയെന്ന് എന്നോട് പറയണം. അതല്ല മറിച്ചാണ് നീ എന്നെ കാണുന്നതെങ്കിൽ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിന്റെ നല്ല കൂട്ടുകാരനായ കൂടപ്പുറപ്പായോ എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിന്റെ വിഷമം എന്നോട് ഷെയർ ചെയ്യാം. എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ സഹായിക്കുകയും ചെയ്യാം, ഇരു ചെവി അറിയാതെ. ആൽബി വലതു കൈ കൊണ്ട് അലോഷിയുടെ വലതു കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു.